നമ്മളന്ന് വല്ലമണി ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ഇങ്ങനത്തെ ഒരു കഷ്ണമുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇത് 2 ഇഞ്ച് ഇതിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ പൊളിക്കണം. അപ്പോൾ അത് പൊളിച്ചിട്ട് കാട്ടാം, വെറുതെ ബോറടിപ്പിക്കണ്ട. നമ്മൾ ഈ പീസ് കട്ട് ചെയ്തിട്ട് നമുക്കത് മാറിപ്പോവാണ്ടൊന്ന് വെൽഡ് ചെയ്തെടുക്കണം. 4 മൂലയിൽ വെൽഡ് ചെയ്യുന്നത് നമുക്ക് പൊട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് വെൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല, തുളയ്ക്കാനൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയാണത്. നമുക്കൊന്ന് സെൻറ്ററിലൊന്ന് പഞ്ച് ചെയ്യാം. കാരണം ഇതാണ് നമുക്ക് മൂവ് ചെയ്യാണ്ടിരിക്കേണ്ടത്. ഇപ്പോൾ വെൽഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പം വൈസിട്ടിട്ട് വെൽഡ് ചെയ്ത്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ തുളയ്ക്കുമ്പോഴേക്ക് അകന്ന് കൊടുക്കും. അതിലാണ്ടിരിക്കും. പിന്നെ നമ്മൾ സെൻറ്റർ ചെയ്തിട്ട് നമുക്കിവിടെ ഒരു പഞ്ച് ചെയ്തിട്ട് ഒന്നൊരു ഫോർമും ഇത് ഈ കമ്പി വെച്ചേ മൂവ് ചെയ്യാണ്ടിരിക്കാനുള്ളൊരു ലെഗ് ഉണ്ടാക്കണം അതിൽ തന്നെ. ഇനി ഞാൻ തുളച്ച് ഇതിൻ്റെ പകുതി, ഒരെണ്ണം ഫുള്ള് തുളയ്ക്കുക, ഒരെണ്ണം ഇതിൻ്റെ പകുതി തുളയ്ക്കുക. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പിന്നായിട്ട് നിൽക്കുള്ളൂ. ഇപ്പോൾ നമ്മളുടെ 2 തുള കഴിഞ്ഞിട്ടുണ്ട് ഫോർമുമിൻ്റെ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിങ് വരരുത്, ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് തെറ്റി കളിക്കരുത്. കമ്പി കയറ്റി വെച്ചിട്ട് അത് വെൽഡ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മൂവ് ആവാണ്ട് ഈ സെൻറ്ററിൽ നമുക്ക് തുളയ്ക്കണം, ഇവിടെ 2 തുളയ്ക്കണം, ഈ ഒഴിക്കാനുള്ളത് ഒഴിക്കണം. അപ്പോൾ അതെല്ലാം സെൻറ്ററിലാവണമെങ്കിൽ ഇതുപോലെ നമ്മളൊരു ആദ്യം തന്നെ ഒരു സെൻറ്റർ പിന്ന് കൊടുക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പിന്ന്. ഇപ്പോൾ നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് വെച്ച് വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കും. അത് ഇത്ര നീളമുള്ള പിന്നാണ്. ഇതിൻ്റെ എഡ്ജൊന്ന് മിനുക്കിയിട്ടുണ്ട് കേട്ടോ, ഗ്രൈൻഡ് ചെയ്ത്. ഇതാണ് അതിലുണ്ടായിരുന്നത്. ഇനി ഇത് വെൽഡ് ചെയ്ത് സീറ്റ് ആക്കണം, ഉണ്ടാ ഗ്രൈൻഡ് ചെയ്ത് കളയണം. അപ്പുറത്തേക്ക് ഒരു കുറച്ചൊരു 3 mm ഒക്കെ പൊന്തിക്കോളൂ വെൽഡ് ചെയ്യാം. ഗ്രൈൻഡ് ചെയ്ത് ഇനി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കണ്ടോന്നറിയില്ല. സെൻറ്ററിലെ തുള തന്നെ ഈ വെൽഡ് ചെയ്തൊന്ന് നമ്മൾ ഓടിക്കുക. നമ്മുടെ പിന്ന് റെഡി. ഇവിടെ ഒരു പോയിൻ്റ് അടിക്കുക, എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് തുളച്ചപ്പുറത്തേക്ക് കൊടുക്കാം ഹോളുമായി. ഇതൊക്കെ നമുക്കൊന്ന് ഗൈഡ് ചെയ്യണം, കട്ട് ചെയ്ത് ഗൈഡ് ചെയ്യണം. അല്ലെങ്കിൽ എന്തോറ്റെന്ന് വെച്ചാൽ ഈ തുള അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്റർ കിട്ടില്ല. അപ്പോൾ നമ്മൾ കട്ടിങ് വീൽ വെച്ചൊന്ന് പയ്യെ കട്ട് ചെയ്യുക ഇതിൻ്റെ അകം. ഇനി വരയിട്ടതിന് നമുക്കൊരു മാർക്ക് ചെയ്യുക ഗ്രൈൻഡർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുളച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ സൈഡ് കയറിപ്പോവും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ മാർക്കിങ്, വലിയ ഡീപ്പിലാവരുത്. വൈസിട്ടിട്ട് നമ്മൾ തുളയ്ക്കാൻ പോവുകയാണ്. 4 ആണ് നമ്മുടെ സെൻറ്റർ പിന്ന് വരുന്നത്. ഇതിലാണ്. അപ്പോൾ ഇത് 2 ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുളയ്ക്കാം. നമ്മൾ 4 mm ആദ്യം തുളച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മൾ 8 mm തുളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ ഉണ്ടോ. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ക്ലോസ് ചെയ്യണം, എന്നിട്ട് വേണം ഇതിലെ ലഡ് ഒഴിക്കാൻ. അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാനുള്ള പരിപാടിക്ക് നോക്കാം. ഈ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ നേരെ തുളച്ചതുകൊണ്ടേ വേണ്ട, ത്രൂ തുളച്ചേക്കണോണ്ട് നമുക്ക് സ്റ്റോപ്പറില്ല. അപ്പോൾ നമ്മളത് ഇങ്ങനൊരു കഷ്ണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഇതിവിടെ വെച്ച് വെൽഡ് ചെയ്യണം. ഇനി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വെൽഡ് ചെയ്ത സ്ഥലത്ത് സെറ്റാക്കി. അപ്പോൾ അതെ ഇപ്പം ഇങ്ങനെ കമ്പി കിടക്കുന്നത് സെറ്റ് ഇപ്പുറത്തും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ അടയ്ക്കാം. ഇനി ഈ കമ്പിക്ക് ഒരു ഹാൻഡിൽ ഉണ്ടാക്കണം. നമുക്ക് പിടിച്ച് ഊരിയെടുക്കാനൊക്കെ പറയണ്ടേ, തിരിച്ചൂരാവുന്ന രൂപത്തിൽ ഹാൻഡിൽ ഉണ്ടാക്കണം. പിന്നെ ഇത് ഇത്തിരി ഹോളാക്കണം. പിന്നെ നമുക്ക് ഇതുപോലൊരു കൊടിലുണ്ടാക്കണം. എന്നിട്ട് ഇവിടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ വേഗം നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഒരു 4 ഇഞ്ചിൻ്റെ പട്ടയാണ് മേടിച്ചാണ്. ഈ 4 ഇഞ്ചിൻ്റെ പട്ട 1/4 കാല്. ഇത് നേരെ പൊളിച്ചിട്ട് ജസ്റ്റ് ഒരു നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയുള്ള സാധനം ഉണ്ടാക്കണം. നടുക്ക് വയ്ക്കാനുള്ള ആ കമ്പിയാണത്. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഒരു കഷ്ണം വളച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് വെച്ച് വെൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ 2 റെഡി. ഇതിപ്പോൾ പിടിച്ചൂരാനുള്ള സെറ്റപ്പിനുണ്ട് ചെയ്തതാണ്. ഇങ്ങനെ പൊളിക്കാം. നമ്മുടെ ഈയത്തിൻ്റെ പണി കഴിഞ്ഞിട്ടാ. നമുക്കിപ്പോൾ ഇത് 150 എണ്ണം മതി, പക്ഷേ ഈ ഒരു 170 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡൈ കണ്ടല്ലോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഡൈ തരട്ടെ.